ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും VPR വോയിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. പാഠ്യപദ്ധതി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത് ഒരു കോഴ്സിൻ്റെ ഇടയിൽ അത് ക്ലാസ് റൂമിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളുടെയും ഒരാകത്തുകയെ നമുക്ക് പാഠ്യപദ്ധതി എന്ന് വിളിക്കാം എന്നാണ്. അപ്പോൾ ഈ പാഠ്യപദ്ധതി രൂപീകരിക്കുമ്പോൾ അതിന് സ്വീകരിക്കുന്ന വ്യത്യസ്തമായ ചില സമീപനങ്ങളുണ്ട്. ഈ സമീപനങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. അതായത് പാഠ്യപദ്ധതി സമീപനങ്ങൾ. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഉദ്ഗ്രഥിത സമീപനമാണ്. എന്താണ് ഉദ്ഗ്രഥിത സമീപനം എന്നോട് ഉദ്ദേശിക്കുന്നത്? അത് സമഗ്രമായ അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് വേറിട്ട് വേറിട്ട് പറയാതെ, ഒരു കുട്ടിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും അത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിലെ വിവിധ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളെല്ലാം സമഗ്രമായി അവതരിപ്പിച്ചുകൊണ്ട് അതിലൂടെ കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. പ്രധാനമായും ചെറിയ ക്ലാസ്സുകളിൽ 1-2 ക്ലാസ്സുകളിലാണ് കാര്യമായിട്ട് ഈ ഒരു രീതിയെ നമ്മൾ അവലംബിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ, ഈ മഴ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില ആഘോഷങ്ങൾ, അതല്ലെങ്കിൽ അവർ എങ്ങോട്ടെങ്കിലുമൊക്കെ നടത്തുന്ന ചില യാത്രകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൂട്ടിയിണക്കി അതിനെ സമഗ്രമായി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിലൂടെ തന്നെ കുട്ടികളെ ഗണിതവും ഭാഷയും അതുപോലെ തന്നെ പരിസര പഠനവും കല കായിക പ്രവൃത്തി പരിചയവും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അനുഭവങ്ങളിലൂടെ കുട്ടി പഠിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഗുണം ലഭിക്കും എന്നതാണ് ഈ ഒരു സമീപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് വിഷയബന്ധിത സമീപനമാണ്. അതായത് വേറിട്ട് വേറിട്ട് ഓരോ വിഷയങ്ങളായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. പ്രധാനമായിട്ട് 3-ാം ക്ലാസ് മുതലാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ ഗണിതം, ഭാഷ, പരിസര പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറിട്ട് വേറിട്ട് ചില വിഷയങ്ങളായി പഠിപ്പിക്കുന്ന രീതിയാണ്. ഇതിൽ തന്നെ ഈ 5-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കൊക്കെ ഈ പരിസര പഠനത്തെ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് അത് സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് വേറിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ അതിനെ സ്പെസിഫിക് ആയിട്ട് സവിശേഷവൽക്കരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളായി പഠിപ്പിക്കുന്ന ഒരു സമീപനത്തെയാണ് ഇവിടെ വിഷയബന്ധിത സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്ന ഒരു സമീപനം എന്ന് പറഞ്ഞാൽ അത് രേഖീയ സമീപനമാണ്. രേഖീയ സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാശയത്തെ പൂർണ്ണമായി പഠിച്ചതിന് ശേഷം മാത്രം അടുത്തൊരാശയം പഠിപ്പിക്കുന്ന ഒരു രീതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗണിതത്തിൽ നിന്ന് നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യം സംഖ്യാബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുക, പിന്നെ സങ്കലനം എന്താണ്, പിന്നെ വ്യവകലനം എന്താണ്, പിന്നെ ഭിന്നസംഖ്യകൾ എന്താണ്, ഇങ്ങനെ ഒരാശയം പഠിച്ചതിന് ശേഷം മാത്രം അടുത്തൊരാശയം ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ പോകുന്നൊരു രീതി. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രേഖീയ സമീപനം. എന്നാൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് ഇത് നാലാമതായിട്ട് പറയുന്ന ചാക്രിക സമീപനം. അതായത് ഈ അനുഭവങ്ങളെ, ആശയങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ വിവിധ സന്ദർഭങ്ങളിൽ ചാക്രികമായി വീണ്ടും വീണ്ടും ഇങ്ങനെ അവതരിപ്പിക്കുമ്പോഴേ പഠനം ഫലപ്രദമാകൂ എന്നാണ് ഇതിൻ്റെ ഈ ഒരു സമീപനത്തിൻ്റെ വാദം. അതായത് തുടർച്ചയായ ചാക്രികാനുഭവങ്ങളിലൂടെ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് പഠനം നിർവഹിക്കാൻ അവസരം ലഭിക്കണം. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് ജെറോം എസ് ബ്രൂണറൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഈ അനുഭവങ്ങൾ കിട്ടുമ്പോൾ എന്താവും? ആ ആശയത്തെ ഒന്ന് കൃത്യമായി ദൃഢമായി മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ കുട്ടിക്ക് സാധിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് ശിശു കേന്ദ്രീകൃത സമീപനമാണ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. അവിടെ കുട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ ബോധന ശാസ്ത്ര ചിന്തകളെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണത്. കുട്ടിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, കുട്ടികളുടെ പ്രക്രിയകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു.
അപ്പോൾ വ്യത്യസ്തമായ കുട്ടികളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ കാര്യങ്ങളെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന, അനുഭവങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ഫെസിലിറ്റേറ്ററുടെ റോള് മാത്രമാണ് ആർക്കുള്ളത്? അധ്യാപകനുള്ളത്. മനസ്സിലായല്ലോ? ഇതാണ് ശിശു കേന്ദ്രീകൃത സമീപനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒന്നാണ് നമ്മൾ ഈ പറയുന്ന 6ാമത്തെ സമീപനം. അതെന്താണ്? അധ്യാപക കേന്ദ്രീകൃത സമീപനമാണ്. കണ്ടോ, ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അധ്യാപക കേന്ദ്രീകൃതം. അതായത് അധ്യാപകൻ്റെ ഇടപെടലുകൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നർത്ഥം. അധ്യാപകന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ആ പ്രക്രിയകളേക്കാൾ കൂടുതൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന അധ്യാപക കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയെയാണ് നമ്മളിവിടെ അധ്യാപക കേന്ദ്രീകൃത സമീപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി 7ാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഉൽപ്പന്നാധിഷ്ഠിത സമീപനമാണ്. ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, പ്രോഡക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്ന് നോക്കുന്നില്ല, പരിഹരിച്ചോ എന്ന് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. അതായത് കുട്ടിക്ക് ഉത്തരം പറയാൻ സാധിച്ചോ എന്ന് മാത്രം നോക്കുക. ശരി ഉത്തരം പറയാൻ സാധിച്ചാൽ പഠനം ഫലപ്രദമായി. ഇതാണ് ഉൽപ്പന്നാധിഷ്ഠിത സമീപനം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭൂപടം കാണിച്ചു കൊടുത്തിട്ട് ഇന്ന പ്രദേശം എവിടെയാണെന്ന് ചോദിച്ചാൽ ആ കുട്ടി ഒറ്റയടിക്ക് ആ സ്ഥലം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എന്തായി? അത് ഉൽപ്പന്നാധിഷ്ഠിത പഠന രീതിയിലൂടെയുള്ള സംഗതിയായിപ്പോയി. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന, അതാണ് നമുക്കിതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ള പ്രക്രിയാധിഷ്ഠിത സമീപനം. കണ്ട പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പ്രക്രിയകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നർത്ഥം. അതായത് ഒരു പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രക്രിയകൾ കുട്ടി സ്വായത്തമാക്കിയോ എന്ന് അവിടെ പരിശോധിക്കപ്പെടുന്നു എന്നർത്ഥം. ആ പ്രോസസ്സുകൾ കൃത്യമായി അതിൻ്റേതായ രീതിയിൽ നടന്നോ, ഇതാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ തത്വം? ഈ പ്രക്രിയകൾ ഉഷാറായാൽ, അത് നന്നായാൽ സ്വാഭാവികമായും എന്തും നന്നാവും, ഉൽപ്പന്നവും നന്നാവും എന്നാണ് ഇതിൻ്റെ തത്വം. മനസ്സിലായല്ലോ? അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂപടത്തിൽ ഒരു പ്രദേശത്തെ ഒറ്റയടിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉൽപ്പന്നാധിഷ്ഠിത സമീപനാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭൂപടം കാണിച്ചു കൊടുക്കുമ്പം ആ കുട്ടി അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും ഒക്കെ വിന്യസിച്ച രീതികളൊക്കെ പരിശോധിച്ച് വിശകലനം നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന പ്രദേശം ഇവിടെയാണ് എന്ന് പറയുകയാണെങ്കിൽ ആ പ്രക്രിയകളിലൂടെ കുട്ടി കടന്നു വന്നു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതെന്താണ്? അത് പ്രക്രിയാധിഷ്ഠിത സമീപനത്തിലൂടെയുള്ള പഠനമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പഠന രീതികളെ, അതല്ലെങ്കിൽ സമീപനങ്ങളെ, അങ്ങനെയാണ് വ്യത്യസ്തമായ പാഠ്യപദ്ധതി സമീപനങ്ങളെയാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നമുക്ക് താൽക്കാലികമായിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് VPR വോയിസിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.